യോഗനയനങ്ങൾ മിഴിനീരണിയുമ്പോൾ വിജയലാൽ നെടുങ്കണ്ടം ശ്രീ നാരായണ ഗുരുവിനെ കുറിച്ചെഴുതിയ ലേഖനത്തിൽ നിന്ന് ഒരു ഭാഗം. യോഗനയനങ്ങൾ. ശാന്തിനികേതന്റെ നിർമ്മാണത്തിന് വേണ്ടിയുള്ള ധനശേഖരണത്തിനായാണ് ടാഗോർ തിരുവിതാംകൂറിലും എത്തിയത്. ഗുരുദേവനെക്കുറിച്ച് ധാരാളം കേട്ടറിഞ്ഞിട്ടുള്ള ടാഗോറിന് ഗുരുദേവനെ നേരിട്ട് കാണണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായി. സന്ദർശനത്തിനുള്ള അനുവാദത്തിനായി ടാഗോർ അപേക്ഷിക്കുകയും ചെയ്തു. അതനുസരിച്ച് 1922 നവംബർ 22 രാവിലെ 9 മണിക്ക് സന്ദർശനത്തിനുള്ള സമയം നിശ്ചയിച്ച് ടാഗോറിനെ വിവരം അറിയിച്ചു. വിശ്വമഹാകവിയായ ടാഗോർ വിശ്വഗുരുവായ ശ്രീ നാരായണ ഗുരുസ്വാമിയെ സന്ദർശിക്കാനെത്തുന്നതറിഞ്ഞ് നാനാ ദിക്കുകളിൽ നിന്നും ജനം ശിവഗിരിയിലേക്ക് ഒഴുകിയെത്തി. അന്ന് ശിവഗിരി കുന്നിൻ്റെ താഴ്വാരം ജനസാഗരമായി മാറി. ടാഗോറിനെ എതിരേൽക്കുന്നതിന് ആനയും അമ്പാരിയും മറ്റലങ്കാരങ്ങളുമൊക്കെ ഒരുക്കിയിരുന്നു. അലങ്കരിച്ച പല്ലക്കിലാണ് ടാഗോറിനെ ശിവഗിരിയിലേക്ക് ആനയിച്ചത്. കൂടെ ദീനബന്ധു C.F. ആൻഡ്രൂസ് പാതിരിയും ഉണ്ടായിരുന്നു. കസവുകരയുള്ള സാറ്റിൻ വസ്ത്രങ്ങളണിഞ്ഞ ടാഗോർ പല്ലക്കിലും കോട്ടും സ്യൂട്ടും ബൂട്ട്സും അണിഞ്ഞ ആൻഡ്രൂസ് നടന്നുമാണ് ശിവഗിരിയിലെത്തിയത്. ശാരദാമഠത്തിന് വടക്കുഭാഗത്തുള്ള അശോകമരത്തിൻ്റെ ചുവട്ടിൽ ബൂട്ട്സ് അഴിച്ചുവെച്ചിട്ട് ആൻഡ്രൂസ് ടാഗോറിനൊപ്പം നടന്നു ചെന്നു. വൈദിക മഠത്തിൽ വച്ചായിരുന്നു ആ സമാഗമം നിശ്ചയിച്ചിരുന്നത്. അതിഥികൾ വരുന്നതിന് ഏറെ നേരം മുൻപ് മുതൽ ഗുരുദേവൻ മുറിക്കുള്ളിൽ ധ്യാനനിരതനായി കഴിയുകയായിരുന്നു. ഗുരുദേവനെ ധ്യാനത്തിൽ നിന്നുണർത്തിയിട്ട് അതിഥികൾ എത്തിച്ചേർന്ന വിവരം അറിയിക്കുവാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. പക്ഷേ അതിഥികൾ വൈദിക മഠത്തിൻ്റെ വരാന്തയിലേക്ക് കാലെടുത്തു വച്ചതും ഗുരുദേവൻ വാതിൽ തുറന്ന് വരാന്തയിലേക്ക് ഇറങ്ങിയതും ഒരേ സമയത്തായിരുന്നു. വരാന്തയിലേക്ക് ഇറങ്ങി വരുന്ന ഗുരുസ്വാമിയെ അസാധാരണമായ തേജസ്സു കണ്ട അതിഥികൾ അറിയാതെ കൈകൂപ്പി. അപ്പോൾ കുമാരനാശാൻ 3 മെത്തത്തടുക്കുകൾ വരാന്തയിൽ കൊണ്ടുവന്നിട്ടു. ഒന്നിൽ ഗുരുദേവനിരുന്നു, മറ്റുള്ളവയിൽ അതിഥികളും. അവർ വീണ്ടും കൈകൾ കൂപ്പി ഗുരുവിനെ നമസ്കരിച്ചു. അവിടുത്തെ കണ്ട മാത്രയിൽ എൻ്റെ ഹൃദയത്തിന് ഒരു മാറ്റമുണ്ടായി എന്ന മുഖവുരയോടു കൂടിയാണ് ടാഗോർ സംഭാഷണം ആരംഭിച്ചത്. ഹൃദ്യമായിരുന്നു ആ സംഭാഷണം. ആ സമയത്തൊക്കെ അസാധാരണമായ ഒരു തേജസ് ഗുരുസ്വാമിയുടെ മുഖത്ത് ജ്വലിച്ചു നിന്നിരുന്നു. അതിഥികൾക്കു വേണ്ടി സ്വാദിഷ്ടമായ ഭക്ഷണം പ്രത്യേകം തയ്യാറാക്കിയിരുന്നു. എങ്കിലും അവർക്ക് ഏറെ ഇഷ്ടപ്പെട്ടത് ഗുരുദേവൻ അവർക്കു വേണ്ടി കരുതി വച്ചിരുന്ന വിശിഷ്ട ഭോജ്യമാണ്. തെങ്ങിൻ്റെ മണ്ടയിലെ മൃദുലമായ ഭാഗം മുറിച്ചു കഷണങ്ങളാക്കിയതായിരുന്നു അത്. ഇത്ര മധുരവും രുചികരവുമായ ഒരു വിഭവം അവർ അതിനു മുൻപ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് തെങ്ങിൻ മണ്ടയിൽ നിന്ന് എടുക്കുന്നതെങ്ങനെയെന്ന് അവർ ഗുരുവിനോട് ചോദിച്ചു. ഗുരു പുഞ്ചിരിയോടെ അത് പറഞ്ഞു കൊടുത്തു. ഗുരുവിനെ നേരിൽ കാണാൻ കഴിഞ്ഞതിൽ ടാഗോർ അത്യധികം സന്തോഷം പ്രകടിപ്പിച്ചു. യാത്ര പറഞ്ഞു പിരിയുമ്പോൾ ഗുരുവിനെ അവർ വീണ്ടും നമസ്കരിച്ചു. അതുകൊണ്ടും തൃപ്തി വരാതെ ഗുരുവിൻ്റെ കൈകൾ രണ്ടും പിടിച്ചുയർത്തി കൈപ്പത്തിക്കുള്ളിൽ ടാഗോർ കുനിഞ്ഞു ചുംബിക്കുകയും ചെയ്തു. ഗുരുദേവനാകട്ടെ അദ്ദേഹത്തെ അനുഗ്രഹിക്കും മട്ടിൽ മന്ദസ്മിതം തൂവി നിന്നു. വൈദിക മഠത്തിന് പടിയിറങ്ങി നടക്കുമ്പോൾ ക്രിസ്തീയ പുരോഹിതനായ C.F. ആൻഡ്രൂസിൻ്റെ ഉള്ളിൽ ദൈവചിന്തനത്തിൻ്റെ ഒരു വേലിയേറ്റം തന്നെയുണ്ടായി. പവിത്രമായ ഒരു സന്നിധിയിൽ നിന്ന് വിശുദ്ധിയുടെ കിരണങ്ങൾ തന്നിലേക്ക് ചൊരിയുന്നതുപോലെ തോന്നി.
അദ്ദേഹത്തിന്. ആ ധന്യമായ നിമിഷത്തിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തുടിപ്പ് മന്ത്രിച്ചു. അതെ, ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു. അതു കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് വാണരുളുന്ന ശ്രീനാരായണ ഗുരുവല്ലാതെ മറ്റാരുമല്ല. അല്പദൂരം ചെന്നപ്പോൾ ആൻഡ്രൂസ് ടാഗോറിനോട് ഗുരുവിനെക്കുറിച്ചുള്ള അഭിപ്രായമാരാഞ്ഞു. ഇത്ര ആത്മപ്രഭാവമുള്ള മഹാനുഭാവനെ ലോകത്തിലെങ്ങും ഞാൻ കണ്ടിട്ടില്ല. എന്തൊരു ആത്മതേജസ്സാണ് ആ യോഗനയനങ്ങൾക്ക്! അത് മറക്കാനേ കഴിയില്ല എന്ന് ടാഗോർ മറുപടി പറഞ്ഞു. അനന്തതയിലേക്ക് നീട്ടിയിരിക്കുന്ന ആ യോഗനയനങ്ങളുടെ ആധ്യാത്മിക ചൈതന്യത്തിൽ അത്രയ്ക്കും ലയിച്ചുപോയിരുന്നു വിശ്വമഹാകവി. ഞാൻ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും സഞ്ചരിച്ചിട്ടുണ്ട്. ഈ യാത്രക്കിടയിൽ ധാരാളം മഹർഷിമാരെയും പുണ്യാത്മാക്കളെയും കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം തുറന്നു സമ്മതിക്കേണ്ടിയിരിക്കുന്നു. മലയാളത്തിലെ സ്വാമി നാരായണ ഗുരുവിനേക്കാൾ ആധ്യാത്മികമായി ഉയർന്ന മറ്റൊരാളെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, അദ്ദേഹത്തിന് തുല്യനായ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. അനന്തതയിലേക്ക് നീട്ടിയിരിക്കുന്ന യോഗനയനങ്ങളും ഈശ്വര ചൈതന്യം തുളുമ്പുന്ന മുഖതേജസ്സും എനിക്ക് ഒരു കാലവും വിസ്മരിക്കാനാവില്ലെന്ന് ഉറപ്പാണ്. വിശ്വമഹാകവിയായ രവീന്ദ്രനാഥ ടാഗോർ ശ്രീ നാരായണ ഗുരുദേവനെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണിത്. വിജയലാൽ നെടുങ്കണ്ടം ശ്രീ നാരായണ ഗുരുവിനെക്കുറിച്ച് എഴുതിയ യോഗനയനങ്ങൾ മിഴിനീരണിയുമ്പോൾ എന്ന ലേഖന സമാഹാരത്തിൽ നിന്ന്.